സ്വപ്നക്കൂട്. രചന അവതരണം മിത്രവിന്ദ. എന്നാലും എന്നാലും ഞാൻ ഈ കിടക്ക വിട്ടൊന്ന് എഴുന്നേക്കട്ടെ. എന്നിട്ട് നിനക്ക് ഞാൻ നിന്റെ ഈ സ്നേഹത്തിന് പകരമായി തരുന്നത് കേട്ടോ. എന്ത് എന്താ ഏട്ടൻ തരുന്നത്? അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല കേട്ടോ. അത് നീയാണോ പറയുന്നത്? ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ് മാഡം. ഓഹോ, എങ്കിൽ അത് തന്നെയൊന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. ലക്ഷ്മി എളിക്ക് കൈയും കുത്തിക്കൊണ്ട് എഴുന്നേറ്റ് നിന്നു. ഏട്ടൻ ഇത്രയ്ക്ക് കാര്യമായിട്ട് തരണത് എന്താണെന്നൊന്ന് പറഞ്ഞേ. ഞാൻ എന്ത് തന്നാലും നീ മേടിക്കുമോ? അതാദ്യം പറയൂ. ഏട്ടൻ എന്ത് തന്നാലും ഞാൻ മേടിക്കും. ലോകനർക്കാവിൽ അമ്മയാണ് സത്യം. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഓക്കെ, താങ്ക്സ്. ഇനി വാക്ക് മാറ്റുമോ? മാതി ചെറുക്ക കളിച്ചത് കാര്യം പറ. ഡയറക്റ്റ് ആയിട്ടങ്ങ് പറഞ്ഞേക്കാം. ഒരു കുഞ്ഞു ലക്ഷ്മിയെ ഞാൻ അങ്ങോട്ട് തരും. ലക്ഷ്മി ഒന്നും ഇടാതെ മുഖം കുനിച്ചു. എന്താ, നീ വാക്ക് പറഞ്ഞിട്ട് മാറ്റി പറയുമോ? ഏട്ടാ, അത് പിന്നെ എനിക്ക് പഠിക്കണ്ടേ ഏട്ടാ. പിന്നെ എനിക്കതിനുള്ള പ്രായമൊന്നും ആയിട്ടില്ല എൻ്റെ മാഷ്. അതും പറഞ്ഞുകൊണ്ടവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. കാര്യം ശരിയാണവൾ പറയുന്നു ഒക്കെ. പക്ഷേ തനിക്ക് കുഞ്ഞുലക്ഷ്മിയെ കാണാൻ വല്ലാണ്ടങ്ങ് മനസ്സ് കൊതിച്ചുപോയി. ആ, ഈശ്വരൻ തരുമ്പോൾ തരട്ടെ, അത്ര മാത്രമേ ഉള്ളൂ. ഏട്ടാന്ന് വിളിച്ചുകൊണ്ട് വീണ മുറിയിലേക്ക് വന്നു. എന്താടി? ഏട്ടാ, അതേ, നാളെ ഏട്ടത്തിയുടെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയൊക്കെ വരില്ലേ? അതിനെന്താ മോളെ? അതെ, ഞങ്ങൾ അവിടുത്തെ അച്ഛന് ഒരു ഷർട്ടും മുണ്ടും അമ്മയ്ക്കൊരു സാരിയും മേടിച്ചു വെച്ചിട്ടുണ്ട്. ആണോ? ഇക്കാര്യം ലക്ഷ്മിക്ക് അറിയത്തില്ലേ മോളെ? ഇല്ല ഏട്ടാ, ഏട്ടത്തി അറിഞ്ഞാൽ സമ്മതിക്കില്ലല്ലോ. അത് ശരിയാ, തൽക്കാലം അവളോട് പറയണ്ട. ഏട്ടാ, എന്നാലും ഏട്ടത്തി ഇന്ന് ചെയ്തത് ശരിക്കും സർപ്രൈസ് ആയിരുന്നു അല്ലേ ഏട്ടാ? അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അടുക്കളയിൽ ചെന്നിട്ട് കരച്ചിലായിരുന്നു. അവനൊന്നും മിണ്ടാതെ കിടക്കുകയാണ്. ഏട്ടാ, ഞാൻ ഏട്ടൻ്റെ അടുത്ത് ഒരു ക്ഷമ കൂടി പറയാൻ വന്നതാ. അവൻ മനസ്സിലാകാത്ത മട്ടിൽ അവളെ നോക്കി. അതേട്ടാ, ഞാൻ മുൻപൊരിക്കൽ ഏട്ടനോട് ഏട്ടത്തെക്കുറിച്ച് മോശമായി സംസാരിച്ചിരുന്നു. സത്യം പറഞ്ഞാൽ അതിൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ്. അപ്പോഴൊക്കെ ഞാൻ ഓർത്തത് ഏട്ടത്തി ഒരു തന്നിഷ്ടക്കാരിയാണെന്നാണ്. പക്ഷെ ഒരിക്കലും അല്ല ഏട്ടാ. ഏട്ടത്തിയുടെ സ്വഭാവ നൈർമല്യം എനിക്കിന്ന് ഹോസ്പിറ്റലിൽ വെച്ച് മനസ്സിലായതാണ്. ഏട്ടനോട് ഇനിയും അത് ഏറ്റു പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു മനസാക്ഷിക്കുത്താകും. സോറി ഏട്ടാ. അതും പറഞ്ഞുകൊണ്ട് വീണ മുറിക്ക് പുറത്തേക്ക് പോയി. ശരിയാണ്, താനും ഓർത്തത് ആദ്യം അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷെ അവളുടെ തന്നോടുള്ള സ്നേഹത്തിൻ്റെ ആഴം എത്രയാണതെന്ന് താനും ആ ഹോസ്പിറ്റലിൽ വെച്ച് അറിഞ്ഞതാണ്. വൈശാഖ, വിഷ്ണു അനൂപും കൂടി വന്നതാണ്. എത്ര ദിവസമായിടാ ഒന്ന് വന്നിട്ട്? നീ കൊടുക്കത്തെ ബിസി ആയിരുന്നോടാ? എൻ്റെ അളിയ, ഓണം നാളെയല്ലേ, അതിൻ്റെ തിരക്കായിരുന്നു. അമ്പല കമ്മിറ്റിയുടെ വടംവലി ഉണ്ടല്ലേടാ. എന്നാ ചെയ്യാനാ, ഞാൻ ഈ കിടപ്പായി പോയില്ലേ. ഒക്കെ ശരിയാകൂടാ, നീ വറിയിടാവല്ലേ. വിഷ്ണുവിനെ ആശ്വസിപ്പിച്ചു. അപ്പോഴേക്കും ലക്ഷ്മി ഒരു പ്ലേറ്റിൽ 3-4 കേക്ക് പീസുമായിട്ട് അവർക്കടുത്തേക്ക് വന്നു. അമ്മയുടെ അച്ഛൻ്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അതും പറഞ്ഞുകൊണ്ട് കേക്ക് അവർക്ക് കൊടുത്തിട്ട് അവൾ മുറിവിട്ടിറങ്ങി. എൻ്റെ ഏടാ, ഇത്തിരി ചെത്തുകൾ കൊണ്ടുവരാൻ പറഞ്ഞിട്ടോ? നിൻ്റെയൊക്കെ ഒരു കാര്യം. ബെസ്റ്റ്. അതുമായിട്ട് നീ ഇങ്ങോട്ട് വന്നിട്ട് വേണം. ആ പെങ്കൊച്ചെങ്ങാനും അറിഞ്ഞാൽ ഞങ്ങളുടെ വില പോകും. അനൂപ് എതിർത്തു. ഓ പിന്നെ, അവളൊന്നും പറയത്തില്ലടാ. എടാ, ഇത് വിഷമൊന്നും അല്ലല്ലോ, നല്ല ചെന്തെങ്ങിൻ്റെ പാനിയല്ലേടാ. പാനി? നീ കട്ടിലിൽ നിന്ന് എഴുന്നേക്ക്, എന്നിട്ടാവാം ബാക്കി കാര്യങ്ങൾ. വിഷ്ണുവിൻ്റെ ഫോൺ ശബ്ദിച്ചു. എടാ അനൂപേ, വിമലാണ് വിളിക്കുന്നത്, നമുക്ക് ഇറങ്ങാം എന്നും പറഞ്ഞ് വിഷ്ണു എഴുന്നേറ്റു. ഇതെന്താ മോളെ, നീ ഇത്രയ്ക്ക് ബിസിയായി പോയോ ഇന്ന്? ആദ്യമായിട്ടാണ് മകൾ ഇന്ന് തൻ്റെ അച്ഛനെയും അമ്മയും വിളിക്കാതിരുന്നത്. ഇന്നത്തെ തിരക്കിനിടയിൽ അവൾ ആ കാര്യം മറന്നുപോയിരുന്നു. എൻ്റെ അമ്മേ, ഈ നാഗ ബിസിയായിരുന്നു സത്യത്തിൽ. ഓ ശരി ശരി, എല്ലാവരും എന്തിയാ മോളെ? എല്ലാവരും ഉത്രാടപ്പാച്ചിലാണമ്മേ. ഞാനടക്കം. ഓക്കെ മോളെ, എങ്കിലമ്മ രാത്രി വിളിക്കാം. അമ്മേ, ഒരു മിനിറ്റ്, ഞാൻ അമ്മയുടെ കൈ കൊടുക്കാം. ഫോൺ സുമിത്രയ്ക്ക് കൈമാറി. ഹലോ ശ്യാമളെ. തിരക്കൊക്കെ കഴിഞ്ഞു. അതെ, ഞാൻ വിളിച്ചത് നാളെ വരുന്ന കാര്യം ഓർമ്മിപ്പിക്കാനാണേ. രണ്ടാളും കൂടി നേരത്തെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി എന്നാൽ. അവർ ഫോൺ ലക്ഷ്മിക്ക് കൊടുത്തു. ഹലോ അമ്മേ. എങ്കിൽ ശരി അമ്മേ, വെച്ചേക്കാം. ഓക്കെ. എഴുതി. ഉണ്ണിമോൾ വിളിച്ചപ്പോൾ അവൾ ഉമ്മറത്തേക്ക് വന്നു. അടുത്ത വീട്ടിലെ ശബരീഷിനെ കൊണ്ട് അവർ കുറച്ച് പൂക്കൾ മേടിപ്പിച്ചിരുന്നു. മുറ്റത്ത് വലിയ ഒരു അത്തപ്പൂക്കൾ ഇടാൻ വേണ്ടിയുള്ള വൃത്തം വരയ്ക്കുകയാണ് സൂപ്പർ.
അവൾ വരച്ചിട്ട ഡിസൈൻ ഇഷ്ടപ്പെട്ട് ലക്ഷ്മിക്ക്. ഇത് മതിയോ എടുത്തി? വീണ ചോദിച്ചു. പിന്നെ പോരെ, ഇത് അടിപൊളിയായിട്ടുണ്ട്. ലക്ഷ്മി അവളെ അഭിനന്ദിച്ചു. വിളക്ക് കൊളുത്താറായി, എടുത്തു പോയി കുളിച്ചിട്ട് വരൂ. ഓക്കെ ഉണ്ണിമോളെ, ഞാൻ ഇപ്പോൾ വരാമേ. അവൾ തിടുക്കപ്പെട്ട് മുറിയിലേക്ക് പോയി. ഇന്ന് കുളിക്കാൻ ലേറ്റായിപ്പോയി. അവൾ മാറാനുള്ള ഡ്രസ്സ് വേഗം അലമാര തുറന്നെടുത്തു. ആഹാ, പള്ളി നീരാട്ടിന് പോവാണോ? അതേ. എന്തേ, കുട്ടൻ തമ്പുരാൻ എന്തെങ്കിലും വേണോ? എനിക്ക് വേണ്ടത് ഞാനങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ബാക്കി കാര്യങ്ങളൊക്കെ താങ്കൾ അങ്ങോട്ട് തീരുമാനിക്കാം. വായി തുറന്നാൽ ഇതേ പറയാനുള്ളൂ. അടങ്ങിക്കിടന്നില്ലെങ്കിൽ ഞാൻ നല്ല അടി വെച്ച് തരും കേട്ടോ. അതും പറഞ്ഞുകൊണ്ട് അവൾ വാഷ്റൂമിലേക്ക് പോയി. ഷവർ ഓൺ ചെയ്തിട്ട് അവൾ അതിൻ്റെ അടിയിൽ നിന്നു. നല്ല തണുത്ത വെള്ളം ദേഹത്തേക്ക് വീണപ്പോൾ അവൾക്ക് വല്ലാത്ത കുളിർമ തോന്നി. വൈശാഖേട്ടൻ്റെ മനസ്സ് നിറയെ തങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകുന്നതിനെക്കുറിച്ച് മാത്രമാണ്. വേണ്ടെന്ന് പറഞ്ഞ് മാറ്റിവെക്കാൻ പറ്റുന്ന ഒന്നല്ലിത്. കുഞ്ഞുങ്ങളില്ലാത്തവരുടെ വിഷമം അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് മാത്രമേ അറിയൂ. മഹാദേവ, നീ തന്നെ തുണ. കാലത്തെ തന്നെ ടി വിയിൽ ഓണാഘോഷ പരിപാടി തുടങ്ങിക്കഴിഞ്ഞു. ഓ, ഈ പാട്ട് കേൾക്കുമ്പോൾ തന്നെ എന്തൊരു ഉന്മേഷമാണല്ലേമ്മേ. ലക്ഷ്മി സുമിത്രയെ നോക്കി പറഞ്ഞു. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ എന്ത് രസമായിരുന്നെന്നോ. അത്ത മുതൽ 10 ദിവസവും പൂക്കളം ഇടും. അന്നൊക്കെ എന്ത് പിള്ളേരാണെന്നോ ഓരോ വീട്ടിലുള്ളത്. എല്ലാവരും കൂടി പൂക്കൾ പറിക്കാനിറങ്ങും. എന്നിട്ട് ഓണത്തിൻ്റെ അന്ന് പൂക്കളമൊക്കെ ഇട്ടിട്ട് ഓണത്തപ്പനെയൊക്കെ ഉണ്ടാക്കി വയ്ക്കും. സുമിത്ര വാചാലയായി. നീ സംസാരിച്ചുകൊണ്ടിരുന്നാൽ മതിയോ? ഈ ജോലിയൊക്കെ ചെയ്ത് തീർക്കാൻ നോക്ക്. പെട്ടെന്ന് തന്നെ ഉച്ചയാകും. ശേഖരൻ അടുക്കളയിലേക്ക് എത്തി നോക്കി. അച്ഛൻ്റെ ഒരു ധൃതി. ഞങ്ങളെല്ലാം റെഡിയാക്കിക്കോളാം. അച്ഛൻ പോയിരുന്ന ടി വി കാണും. ഉണ്ണിമോളെ, നീ മേടിക്കും കേട്ടോ. ലക്ഷ്മി മുറ്റത്തേക്കൊന്ന് ഇറങ്ങി. അന്തരീക്ഷമാകെ പലതരം വിഭവങ്ങളുടെ സുഗന്ധം നിറഞ്ഞു നിൽക്കുന്നു. ലക്ഷ്മി കാറിൻ്റെ ഡിക്കി തുറന്ന് എല്ലാവർക്കും മേടിച്ച ഓണക്കൊടിയുമായിട്ട് മുറിയിലേക്ക് കയറി വന്നു. ഏട്ടാ, ഇതൊക്കെ അവർക്ക് എല്ലാവർക്കും മേടിച്ച ഡ്രസ്സാണ്. അവൾ ഓരോന്നായി എടുത്തു കാണിച്ചു. എല്ലാം അടിപൊളിയായിട്ടുണ്ട് ലക്ഷ്മി. അവസാനമാണ് അവൾ വൈശാഖിനുള്ള ഓണക്കോടി എടുത്ത് അവൻ്റെ കയ്യിൽ കൊടുത്തത്. ഹാപ്പി ഓണം ഏട്ടാ. അവൻ ആ പാക്കറ്റ് പൊട്ടിച്ചു നോക്കി. കലക്കിലോ? എനിക്കിഷ്ടമായി ലക്ഷ്മി. അവൻ മന്ദഹസിച്ചു. വീണയ്ക്കും ഉണ്ണിമോൾക്കും എല്ലാം ഇഷ്ടപ്പെട്ടു. ഉച്ചയോടെ അശോകനും ശ്യാമളയും എത്തിച്ചേർന്നു. അങ്ങനെ ഓണമൊക്കെ പൊടിക്കുകയാണ്. സാമ്പാറും അവിയലും തോരനും മെഴുക്കുവരട്ടിയും പച്ചടിയും തീയലും കാളനും ഓലനും എന്നു വേണ്ട എല്ലാ വിഭവങ്ങളും ഉണ്ടായിരുന്ന സദ്യക്ക്. ഓ, എന്തായാലും ചേച്ചിയുടെ കൈപ്പുണ്യം അപാരമാണ് കേട്ടോ. ശ്യാമള സുമിത്രയുടെ കയ്യിൽ പിടിച്ചു കുലുക്കി. എല്ലാവരും പരസ്പരം ഓണക്കോടിയൊക്കെ കൈമാറി. ആകെ ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയായിരുന്നു. ഇത്രയും സന്തോഷത്തോടെ താൻ ഇതുവരെ ഓണം ആഘോഷിച്ചിട്ടില്ലെന്ന് ലക്ഷ്മി ഓർത്തു. അമ്പലത്തിലെ ഓണാഘോഷത്തിൻ്റെ ആണെന്ന് തോന്നുന്നു. ആർപ്പുവിളികളും ആരവങ്ങളുമൊക്കെ ഉയർന്നു പോകുന്നുണ്ട്. വൈകിട്ടോടു കൂടിയാണ് അശോകനും ശ്യാമളയും യാത്ര പറഞ്ഞു പോയത്. അങ്ങനെ ഈ കൊല്ലത്തെ ഓണവും കഴിഞ്ഞു അല്ലേമ്മേ? ഇനി ഒരാണ്ടത്തേക്കുള്ള കാത്തിരിപ്പാണ് മോളെ. അടുത്ത ഓണം ഇതിലും കേമാക്കാനാണ് ആളുകൾ ഇപ്പോഴേ തീരുമാനം എടുക്കുന്നത്. ആ കാത്തിരിപ്പിനും വല്ലാത്തൊരു സുഖമുണ്ടല്ലേമ്മേ. അങ്ങനെ ദിവസങ്ങൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടേയിരുന്നു. ലക്ഷ്മി പതിവ് പോലെ കോളേജിൽ പോകും. അവൾ വരുന്നതും കാത്തിരിക്കും വൈശാഖൻ. ഇടയ്ക്കെല്ലാം അവൻ പുസ്തകങ്ങളൊക്കെ വായിച്ചു പഠിക്കും. എങ്ങനെയെങ്കിലും ഒരു ഗവൺമെൻറ് ജോലി നേടിച്ചെടുക്കണം. അതുമാത്രമാണ് അവൻ്റെ ഒരേയൊരു ചിന്ത. ഇടയ്ക്ക് 2-3 പ്രാവശ്യം വൈശാഖൻ ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോയിരുന്നു. ഇപ്പോൾ അവന് പരസഹായം ഇല്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. ഇതിനോടിടയ്ക്ക് വൈശാഖൻ 1-2 PSC പരീക്ഷകളും എഴുതി. പ്രീതി ടെക്സിൽ പിന്നീട് അവൻ ജോലിക്ക് പോയില്ല. ഒരു ഗവൺമെൻറ് ജോബ്, അതാണ് അവൻ്റെ ഊണിലും ഉറക്കത്തിലുള്ള ഒരേയൊരു ചിന്ത. അങ്ങനെ സന്തോഷത്തോടു കൂടി അവരുടെ ജീവിതം പച്ചപിടിച്ചു വരികയാണ്. ഇടയ്ക്കെല്ലാം ലക്ഷ്മി അവൻ കോളേജിൽ കൊണ്ടുപോയി വിടും. വിജിക്ക് ഡേറ്റ് എടുത്ത് വരികയാണ്. അതിൻ്റെ ആശങ്കകളാണ് സുമിത്രയ്ക്ക്. വിജിയുടെ നടപ്പ് കാണുമ്പോൾ ലക്ഷ്മിക്ക് പേടിയാണ്. വൈശാഖേട്ടാ, പാവം വിജി ചേച്ചിക്കാണെങ്കിൽ നല്ല ക്ഷീണമുണ്ട് കേട്ടോ. എടി, അങ്ങനെയൊക്കെയാണ്. അല്ലാതെ ചുമ്മാതൊരു കുഞ്ഞിനെ കിട്ടില്ല കേട്ടോ. കുറച്ച് ത്യാഗമൊക്കെ സഹിക്കണം. പിന്നീട് അവൾ അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചില്ല. വിജിക്കൊരു ആൺകുഞ്ഞാണ് ജനിച്ചത്. നല്ല വെളുത്ത് തൊടുത്ത് ഒരു സുന്ദര കുട്ടൻ. ആ കുഞ്ഞിനെ എല്ലാവരും താലോലിക്കുന്നത് കാണുമ്പോൾ, അവൻ്റെ പല്ലില്ലാത്ത മോണകാട്ടിയുള്ള ചിരി കാണുമ്പോൾ പലപ്പോഴും ലക്ഷ്മിയുടെ ഉള്ളിലും
ഒരമ്മയാവാനുള്ള മോഹം പൊന്തി വന്നു. വിജി 3 മാസം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയ ദിവസം എല്ലാവർക്കും ഭയങ്കര വിഷമമായിരുന്നു. എൻ്റെ മോളെ, നമുക്കും ഇവിടെ ഒരു കുഞ്ഞ് വേണം. പെൺമക്കൾക്ക് കുഞ്ഞുണ്ടായാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ അവരവരുടെ കുടുംബത്തിലേക്ക് പോകും. ഇവിടെ അച്ഛനും പറഞ്ഞു വൈശാഖിൻ്റെ കുഞ്ഞിനെ കാണാൻ കൊതിയായിന്ന്. സുമിത്ര തൻ്റെ ഉള്ളിൽ കൊണ്ടു നടന്ന ആഗ്രഹം അവളോട് തുറന്നു പറഞ്ഞു. അന്ന് രാത്രിയിൽ അവൾ വൈശാഖിനോട് അമ്മ പറഞ്ഞ കാര്യങ്ങൾ വിശദീകരിച്ചു. നിന്റെ പഠിപ്പ് കഴിയട്ടെ, എന്തായാലും കുറച്ചുകൂടി നമുക്ക് കാത്തിരിക്കാം എന്നായിരുന്നു അവൻ്റെ മറുപടി. പതിവ് പോലെ ലക്ഷ്മി എന്നും കോളേജിൽ പോയതാണ്. വൈശാഖൻ അച്ഛനെ സഹായിച്ച് കൃഷിയിടത്തിൽ നിൽക്കുന്നു. വൈശാഖു, ഒരു രജിസ്റ്റർ ഉണ്ട്. പോസ്റ്റ്മാൻ രാഘവൻ ചേട്ടനായിരുന്നത്. മിടിക്കുന്ന ഹൃദയത്തോടു കൂടി അവനത് ഒപ്പിട്ട് വാങ്ങി. താൻ ഇടയ്ക്കെഴുതിയ പോലീസ് ഇൻസ്പെക്ടർ ടെസ്റ്റിൽ താൻ പാസ്സായിരിക്കുന്നു. അച്ഛാന്ന് വിളിച്ചുകൊണ്ടവൻ ഓടിച്ചെന്ന് ശേഖരനെ കെട്ടിപ്പിടിച്ചു. ചേ, എന്തായത് മോനെ, എൻ്റെ ദേഹം ആകെ വിയർപ്പാണ്. അയാൾ അവനെ തന്നിൽ നിന്ന് അടർത്തി മാറ്റി. അച്ഛാ, എനിക്ക് ജോലി കിട്ടിയച്ഛാ, പോലീസിൽ. അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മോനെ, സത്യമാണോടാ? അയാൾ മകൻ്റെ കയ്യിലിരുന്ന കവറിലേക്ക് നോക്കി. അതെ അച്ഛാ, അച്ഛൻ്റെ മകൻ ഒരു സർക്കാർ സേവകനാകാൻ പോവാണ്. രണ്ടാളും കൂടി വേഗം വീട്ടിലേക്ക് നടന്നുപോയി. സുമിത്ര തൊഴുത്തിലായിരുന്നു. വൈക്കോലിട്ട് കൊടുക്കുകയാണ് പൂവാലിക്ക്. വൈശാഖനും അച്ഛനും കൂടി മുറ്റത്തേക്ക് വന്നു. ഇത്ര പെട്ടെന്ന് ഊണ് കഴിക്കാറായോ? ഒഴിച്ചുകറി വെക്കാനുള്ള വെള്ളരി അടുപ്പത്ത് വെച്ചതേ ഉള്ളൂ. അവർ പെട്ടെന്ന് തന്നെ പൈപ്പിൻ്റെ ചുവട്ടിലേക്ക് കൈ കഴുകാനായി പോയി. അമ്മ ഇവിടെ വന്നൊന്നിരുന്നേ. അവൻ സുമിത്രയെ പിടിച്ചുകൊണ്ടുവന്ന് വരാന്തയുടെ ഒരു കോണിലിരുത്തി. എന്നിട്ട് പോസ്റ്റ്മാൻ്റെ കയ്യിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങിയ കവർ അമ്മയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ഇതെന്താ മോനെ? സുമിത്ര ഇത് തിരിച്ചു മറിച്ചും നോക്കി. മേലെടുത്ത് ശേഖരൻ്റെയും സുമിത്രയുടെയും മൂത്ത മകൻ വൈശാഖൻ ഒരു പോലീസ് സബ് ഇൻസ്പെക്ടറാകാൻ പോകുന്നു. മോനെ, സത്യമാണോടാ? അവർ മകനെ കെട്ടിപ്പിടിച്ചു. അതെ അമ്മേ. ഒടുവിൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടു. എൻ്റെ മഹാദേവ, ഇനി എൻ്റെ കണ്ണടഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. സുമിത്ര പൊട്ടിക്കരഞ്ഞു. ഓ, ഇവക്കഥാ ഇപ്പോൾ പറയാനുള്ളത്. ഒന്നും മിണ്ടാതിരുന്നിട്ട് പോടി. ശേഖരൻ ഭാര്യയെ നോക്കി പല്ലിറുമി. സാരയില്ല അച്ഛാ, അമ്മ സന്തോഷം കൊണ്ടല്ലേ. അവൻ അമ്മയെ ചേർത്ത് പിടിച്ചു. എത്ര നാളായി എൻ്റെ അമ്മ കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട്. ഇനി നമുക്ക് ഈ പൂവാലിയൊക്കെ ആർക്കേലും കൊടുക്കാം. പൂവാലി കൂട്ടി നിന്നത് കേട്ട് കരഞ്ഞു. അങ്ങനൊന്നും പറയണ്ട മോനെ. ഈ കയറ് വലിച്ച കാശും കൊണ്ടാ ഞാൻ നിങ്ങളെയൊക്കെ എത്ര തവണ ഫീസ് അടച്ചിട്ടുണ്ട്. അതൊന്നും പറയണ്ട. അമ്മ ആകെ ക്ഷീണിച്ചു. അമ്മയ്ക്കൊരു കുഴപ്പമില്ലടാ. നിൻ്റെ അച്ഛനാ വയ്യാണ്ടായി വരുന്നത്. കുടുംബത്തിലൊരു സന്തോഷം നടന്നപ്പോൾ നിങ്ങൾ രണ്ടാളും കൂടി ഇത് എന്തു പറഞ്ഞിരിക്കുക? ശേഖരൻ ദേഷ്യപ്പെട്ടു. മോനെ, ബാക്കി വിവരങ്ങളൊക്കെ എങ്ങനെ? കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ടച്ചാ. അത് കഴിഞ്ഞ് നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയൂ. വൈശാഖൻ ഫോണെടുത്ത് വേഗം വിഷ്ണുവിനെ വിളിച്ചു. അതും കഴിഞ്ഞ് അനൂപിനെയും. അതും കഴിഞ്ഞാണ് അവൻ അശോകനെ വിളിച്ചു പറഞ്ഞത്. എല്ലാവരും അവനെ അഭിനന്ദിച്ചു. ശേഖരനും സുമിത്രയുമൊക്കെ കുടുംബാംഗങ്ങളെല്ലാം വിളിച്ച് മകന് ജോലി കിട്ടിയ കാര്യം പറഞ്ഞു. ബിജിയാണെങ്കിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. വൈശാഖൻ കുളിയൊക്കെ കഴിഞ്ഞ് വേഗം കാറിൻ്റെ താക്കോലുമായിട്ട് പുറത്തേക്കിറങ്ങി. എവിടേക്കാ മോനെ? ലക്ഷ്മിയെ കൂട്ടിക്കൊണ്ടുവരാൻ കോളേജിലേക്ക് പോവാണമ്മേ. അതും പറഞ്ഞുകൊണ്ടവൻ കാർ സ്റ്റാർട്ട് ചെയ്തു പോയി. വൈശാഖിൻ്റെ മനസ്സ് നിറയെ സന്തോഷ പെരുമഴയായിരുന്നു. ലക്ഷ്മിയെ കൂട്ടി ഒരു ഐസ്ക്രീം പാർലറിൽ കയറണം. ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേണം അവളെ സർപ്രൈസ് കാണിക്കുവാൻ. കോളേജിൻ്റെ വാതിക്കലെത്തിയിട്ട് അരമണിക്കൂറായി കാണും. ലക്ഷ്മി വരാൻ കാത്തിരിക്കുവാണവൻ. ഓരോ നിമിഷവും തള്ളി നീക്കി കാത്തിരിക്കുകയാണ് വൈശാഖൻ. കുറച്ച് സമയം കഴിഞ്ഞതും കോളേജ് ഗേറ്റ് കടന്ന് വരിയായും ചിതറിയുമൊക്കെ കുട്ടികൾ ഇറങ്ങി വരുന്നു. ഓരോ മുഖങ്ങളിലും അവൻ തിരിഞ്ഞത് ലക്ഷ്മിയാണ്. പക്ഷെ അവളെ മാത്രം അവനെ കണ്ടെത്താനായില്ല. വൈശാഖൻ പതിയെ തൻ്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ കയ്യിലെടുത്തു. അവളുടെ നമ്പറിലേക്ക് കോൾ ചെയ്യാൻ തുടങ്ങിയതും ലക്ഷ്മി അകലിൽ നിന്ന് നടന്നു വരുന്നത് അവൻ കണ്ടു. ക്ലാസ്മേറ്റാണെന്ന് തോന്നുന്നു. കൂടെ ഒരു പയ്യനും ഉണ്ട്. വൈശാഖിനെ കണ്ടതും അവൾ ഓടി അവൻ്റെ അരികിലേക്ക് വന്നു. ഏട്ടാ, ഇതെന്താ പതിവില്ലാതെ? നിന്നെയൊന്ന് പിക്ക് ചെയ്യാൻ വരണമെന്ന് തോന്നി. അതുകൊണ്ടാണ്. വാ പോകാം. അവൻ കാർ സ്റ്റാർട്ട് ചെയ്തു. ലക്ഷ്മി ആ പയ്യൻ്റെ നേരെ കൈവീശി കാണിക്കുന്നത് അവൻ കണ്ണാടി കൂടി കണ്ടു. ആരാ പയ്യൻ? മൈ ഫ്രണ്ട് കാർത്തിക്. ലക്ഷ്മി ആകെ പരവശയായിരിക്കുന്നത് പോലെ അവന് തോന്നി. സാധാരണ കോളേജ് വിട്ടു കഴിഞ്ഞാൽ അവിടുത്തെ വിശേഷങ്ങൾ മുഴുവൻ പങ്കുവയ്ക്കുന്ന കൂട്ടത്തിലാണവൾ. എന്നാൽ ഇന്ന് ഇത്രയും നേരമായിട്ടും ഒരക്ഷരം പോലും അവൾ സംസാരിക്കുന്നില്ല.
അവനൊരു ഐസ്ക്രീം പാർലറിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വണ്ടി നിർത്തി. ലക്ഷ്മിയാണെങ്കിൽ മുന്നോട്ട് കണ്ണുനട്ടിരുന്നു. എടോ, താൻ ഇറങ്ങുന്നില്ലേ? അവൻ ചോദിച്ചത് അവൾ ഞെട്ടി. വീടെത്തി ഏട്ടാ? വീടെത്തി. നീ ഇതെവിടെയാണ് ലക്ഷ്മി? ഐ എം സോറി ഏട്ടാ, ഞാൻ വല്ലാത്ത തലവേദന. ഇറങ്ങി വാ, ഒരു ഐസ്ക്രീം കഴിച്ചിട്ട് പോകാം. ഏട്ടാ, ഇന്ന് വേണ്ട, നമുക്ക് പിന്നൊരിക്കലാകാം. എനിക്ക് ഉച്ചയ്ക്ക് ശേഷം തുടങ്ങിയ തലവേദനയാണ്. അവൾ നെറ്റിയിലേക്ക് കൈകളൂന്നി. പിന്നീട് അവൻ അവളെ നിർബന്ധിക്കാനും പോയില്ല. വീടെത്തുന്നത് വരെ അവർ കൂടുതൽ ഒന്നും സംസാരിച്ചു പോലുമില്ല. കാറ് പാർക്ക് ചെയ്തിട്ട് ഉമ്മറത്തേക്ക് വന്ന വൈശാഖിനെ ഓടിവന്ന് സഹോദരന്മാർ രണ്ടാളും കെട്ടിപ്പിടിച്ചു. ഏട്ടാ, കൺഗ്രാറ്റ്സ്. വീണ പറയുന്നത് മുറിയിലേക്ക് കയറിപ്പോയ ലക്ഷ്മി കേട്ടു. ഒരു നിമിഷം അവൾ പിന്തിരിഞ്ഞു. എനിക്കൊരു ചെത്തണം. പോലീസ് ജീപ്പിൽ കയറാൻ പറ്റുമോ ഏട്ടാ? അതൊക്കെ അപ്പോഴല്ലേ ഉണ്ണിമോളെ, ഞാനൊന്ന് പോയി കുളിച്ചിട്ട് വരാം, അവൻ അലക്ഷ്യമായി പറഞ്ഞു. വൈശാഖേട്ട, ജോലിയോ? എന്ത് കാര്യമാണ് അവർ രണ്ടാളും പറഞ്ഞത്? അവൾ അവൻ്റെ അരികിലേക്ക് വന്നെങ്കിലും അവനൊന്ന് നോക്കുക പോലും ചെയ്യാണ്ട് റൂമിലേക്ക് പോയി. വൈശാഖേട്ട, ഏട്ടാ പ്ലീസ് എന്നോടൊന്ന് പറയ്. അതോ ഞാൻ ഇത്രയും പെട്ടെന്ന് അന്യായോ? അവൻ കട്ടിലിൽ വന്ന് കിടന്നു. കൈകൾ രണ്ടും കൂട്ടിപ്പിണിച്ച് തലയ്ക്ക് പിറകിലായി വെച്ചു. ലക്ഷ്മി ഒന്ന് രണ്ട് വട്ടം നോക്കിയെങ്കിലും അവൻ കൂടുതലൊന്നും സംസാരിക്കാൻ തയ്യാറായില്ല. അപ്പോഴാണ് മേശമേലിരിക്കുന്ന കവറിലേക്ക് അവളുടെ ദൃഷ്ടി പതിഞ്ഞത്. ലക്ഷ്മി ഓടിച്ചെന്നത് എടുത്തു നോക്കി. അത് വായിച്ചു നോക്കിയതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. വൈശാഖേട്ട, അവൾ അവനെ പിടിച്ച് കുലുക്കി. ഇങ്ങോട്ട് എഴുന്നേക്ക് മനുഷ്യ, കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? അവൾ അവൻ്റെ കൈത്തണ്ടയിൽ ശക്തമായി ഒരു നുള്ളു കൊടുത്തു. ഓ, എന്തു വേദനയാടി! അവൻ അവളോട് ദേഷ്യപ്പെട്ടുകൊണ്ട് ചാടി എണീറ്റു. തുടരും.